Hi friends, welcome back to our channel. ഇന്ന് നമ്മുടെ വീഡിയോ വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി എല്ലാം നമുക്ക് പെട്ടെന്ന് എങ്ങനെ തൊലി കളഞ്ഞെടുക്കാം, അതുപോലെ നമുക്ക് എങ്ങനെ അത് സ്റ്റോർ ചെയ്യാമെന്നുള്ളതും, ഒപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഒരു വർഷം വരെ അതിൻ്റെ കളറോ രുചിയോ ഒന്നും വ്യത്യാസപ്പെടാതെ സ്റ്റോർ ചെയ്യുന്നതുമൊക്കെയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടു നോക്കൂ. എത്ര കിലോ വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ലതുപോലെ കഴുകിയ ഇഞ്ചി ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന ഇഞ്ചി നല്ലതുപോലെ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഈ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചുമന്നുള്ളി എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഇനി നമുക്ക് ചുമന്നുള്ളിയുടെ മോൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് അതിൻ്റെ തലഭാഗവും വാൽഭാഗവും ഉണ്ടല്ലോ, ഈ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ എടുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ നേരം ഈ ഒരു വെള്ളത്തിൽ കിടന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എത്ര കിലോ ചുമന്നുള്ളിയുടെ ആയാലും തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ചിലരൊക്കെ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന കണ്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ഉള്ളി കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് കരുതുന്നു എങ്ങനെയാണ് നമ്മൾ ചുമന്നുള്ളിയുടെ ആ ഒരു മോൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വെളുത്തുള്ളി കുറേ രീതിയിൽ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ രീതി ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ രീതി വന്നിട്ട് നമ്മൾ ചുമന്നുള്ളി ക്ലീൻ ചെയ്തെടുത്ത് അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാനായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാനായാലും വെളുത്തുള്ളി കുറേ അധികം നമുക്ക് തോല് കളഞ്ഞെടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു മുകൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഓരോ അല്ലികളും അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഈ അല്ലികളൊന്ന് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയുടെ തോല് വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇതാണ് നമ്മുടെ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു രീതി. ഇനി നമുക്ക് അടുത്ത രീതിയിൽ എങ്ങനെയാണ് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അടുത്ത രീതി വന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുറത്തിലോ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ കയ്യിൽ തടവിയിട്ട് നല്ലതുപോലെ ഈ വെളുത്തുള്ളിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുകയാണെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് കഴിയും. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ രീതി. ഈ രണ്ട് രീതിയിൽ നമ്മൾ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാനായാലും അതുപോലെ തന്നെ അച്ചാർ തയ്യാറാക്കാനായാലും നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മൂന്നാമത്തെ രീതി വന്നിട്ട് നമ്മൾ ഡെയിലി ആവശ്യങ്ങൾക്ക്, അതായത് തോരനോ അവിയലോ ഒക്കെ തയ്യാറാക്കുന്ന ടൈമിൽ 1-2 അല്ലി വെളുത്തുള്ളി മാത്രം നമുക്ക് മതിയാവും. അപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് കളഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ രീതി. അതിനായിട്ട് ഇതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി നമുക്ക് ഇങ്ങനെ അടർത്തിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉള്ളിലേക്കൊന്ന് പോന്തി കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുത്തിട്ട് നമ്മൾ ആ ഒരു തലഭാഗത്ത് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഞാനിത് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുമെന്ന് കരുതുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ ഈ രീതിയിലെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ ഏത് രീതിയിലാണ് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ഒന്ന് പറയാൻ മറക്കില്ലല്ലോ. ഒപ്പം തന്നെ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയ മെത്തേഡ് എന്നുള്ളതും മെൻഷൻ ചെയ്യാൻ മറക്കരുതേ. അടുത്ത രീതി വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കുന്ന ടൈമിൽ പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാനുള്ള ഒരു രീതിയാണ്. അതിനായിട്ട് ഇതുപോലൊരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെയൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തോല് വളരെ എളുപ്പത്തിൽ തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ മാത്രമേ തോല് കളഞ്ഞെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ഇതൊരു ഹാഫ് കുക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി
വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാനോ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുത്ത് നോക്കൂ. ഇതും വളരെ എളുപ്പത്തിൽ തന്നെയുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കാവൂ. അപ്പം ഞാൻ ഈ കാണിച്ച മെത്തേഡിൽ ഏതാണ് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ളതെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കില്ലല്ലോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും ഒക്കെ ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതുകൊണ്ട് കുറേ അധികം ഉപയോഗങ്ങളുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മൾ ആദ്യം കാണിച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും ഒക്കെ കുതിരാനായിട്ട് അരമണിക്കൂറോളമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ആദ്യം വെളുത്തുള്ളിയുടെ തോൽ എങ്ങനെയാണ് കളയുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഞെരടിയെടുക്കുമ്പോൾ തന്നെ ആ വെളുത്തുള്ളിയുടെ തോലൊക്കെ പോയിട്ടുണ്ടാകും. കാരണം നമ്മൾ അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് തൊലി കളഞ്ഞത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഞാൻ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെയല്ലേ നമ്മളിപ്പം വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്രയധികം വെളുത്തുള്ളി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ചുമന്നുള്ളിയുടെ തൊലി എങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അതും നമ്മൾ ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കുതിരാനായിട്ട് വെച്ചിട്ട്. ചുമന്നുള്ളിയും നമ്മൾ സെയിം രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചുമന്നുള്ളി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊന്നും വരികയുമില്ല. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഇഞ്ചി എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നൈഫ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ അരമണിക്കൂറിനോളം വെള്ളത്തിലിട്ട് കുതിർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇഞ്ചിയുടെയും തൊലി കളഞ്ഞെടുക്കാനായിട്ട് കഴിയും. നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഉള്ളപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞ് വെക്കുകയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഇതുപോലെ നമുക്കത് ഈസി ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് തയ്യാറാക്കുന്നത്. പിന്നെ ചുമന്നുള്ളി ഞാൻ സ്റ്റോർ ചെയ്യാനാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളമയമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചുമന്നുള്ളി കുറേ അധികം നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ക്ലീൻ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം ചീത്തയാകാതിരിക്കാനായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമയമൊക്കെ തുടച്ചതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ഉള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും ഈ ഒരു രീതിയിൽ വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 മാസം വരെയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ കിച്ചൺ ടവലിലിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കാരണം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഏകദേശം 1 വർഷം വരെ കേടാകാതെ സൂക്ഷിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇഞ്ചി നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് കഴിയും. ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ആ വെള്ളമയമൊക്കെ മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ടേസ്റ്റ് മാറാതിരിക്കാനായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ്. കുറച്ച് കല്ലുപ്പ് നമുക്ക് ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ്. ഉപ്പും നല്ലെണ്ണയുമാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പ്രിസർവേറ്റീവ്. ഈ ഒരു രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 1 വർഷം വരെ അതിൻ്റെ കളർ ചേഞ്ച് ആവുകയോ ടേസ്റ്റ് വ്യത്യാസം വരികയോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ഇതേ നോക്കിയാൽ ഇപ്പം ഞാൻ നല്ലതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സ്മൂത്തായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഒട്ടും വെള്ളം നനവില്ലാത്ത ഒരു ഗ്ലാസ് ജാറിൽ നമുക്ക് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഗ്ലാസ് ജാറിന് പകരം നമ്മുടെ ഐസ് ട്രേയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തണുപ്പിച്ചിട്ട് ഓരോ ക്യൂബ്സ് ആയിട്ട് നമുക്ക് അടർത്തിയെടുത്തിട്ട് സിപ്ലോക്ക് ബാഗിൽ സ്റ്റോർ ചെയ്താലും വർഷങ്ങളോളം തന്നെ ടേസ്റ്റ് വ്യത്യാസം വരാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
1 വർഷം വരെ ചീത്തയാകാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതും ഒപ്പം തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ചുമന്നുള്ളിയുടെയൊക്കെ തൊലി പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കാമെന്നുള്ളതുമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഉപകാരപ്രദമായിട്ടുണ്ടെന്നും തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.